فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين. صدق الله العلي العظيم. ബഹുമാനികളെ, സൂറത്തു ദുഖാനിൽ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബനു ഇസ്രായേലരുടെ പ്രധാന ശത്രുവായിരുന്ന ഫിർഔനെയും കൂട്ടരെയും അള്ളാഹു നശിപ്പിച്ച വിവരമാണ് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു വെച്ചത്. ഇന്നഹും ജുന്ദും മുഗ്റഖൂൻ, വെള്ളത്തിൽ മുക്കി അള്ളാഹു നശിപ്പിച്ച ഒരു ടീമാണ്, ഒരു സംഘമാണ്, സൈന്യമാണ് അവർ. എന്നിട്ട് അള്ളാഹു തആല അവരുടെ ആ യാത്രയെ സംബന്ധിച്ച്, അവരുടെ ആ നാശത്തെ സംബന്ധിച്ച് അള്ളാഹു തആല പറയാണ്, കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. കം തറക്കൂ, എത്രയാണ് അവർ ഉപേക്ഷിച്ചു പോയത്. മിൻ ജന്നാത്തിൻ, ഒരുപാട് തോട്ടങ്ങൾ. ഏക്കർ കണക്കിനെന്ന് പറഞ്ഞാൽ മതിയാകൂല, അത്രയും വിശാലമായ തോട്ടങ്ങൾ അവർ ഒഴിവാക്കിപ്പോയി. മരിച്ചു പോകുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു വിലയിരുത്തലല്ല വേണ്ടത്. ഒരുപാട് സമ്പാദ്യങ്ങൾ ആൾ ഉണ്ടാക്കിട്ടോ, പക്ഷെ ഒന്നും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിലയിരുത്തൽ ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല, ഇഷ്ടം പോലെ ഉണ്ടായിട്ട് എന്നൊരു വിലയിരുത്തലാകരുത് നമ്മളെ മരണശേഷം ഉണ്ടാകേണ്ടത്. ഇവരുടെ ഈ സ്വത്തിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു, കം തറക്കൂ മിൻ ജന്നാത്തിൻ, എത്രയെത്ര തോട്ടങ്ങളാണ് അവർ ഉപേക്ഷിച്ചത്. ചില തഫ്സീറുകളിൽ കാണാം, അവരുടെ തോട്ടത്തിന്റെ ഒരു തല മുതൽ മറ്റേ തല വരെയുള്ള അളവ് 20 ദിവസത്തിലധികം നടന്നാലേ നിർണയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ എത്ര വേണം? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. അപ്പൊ എത്ര അധികം വേണത്? അപ്പൊ 1000 ഏക്കറും 2000 ഏക്കറും കൂട്ടിയാൽ പോരാ, ഇഷ്ടം പോലെയുണ്ട്. അത്രയും തോട്ടങ്ങളെയാണ് അവരുപേക്ഷിച്ചത്. എന്തെങ്കിലും ഒന്നുകൊണ്ട് ഉപകരിക്കാൻ അവർക്ക് കഴിഞ്ഞോ? ഏതെങ്കിലും ഒന്നുകൊണ്ട്? വഊയൂനിൻ, ഒരുപാട് നദികളെയും അവരുപേക്ഷിച്ചു. എത്രയെത്ര നദികൾ. മിസ്റിൽ കാര്യമായിട്ടുള്ളൊരു നദി, കിണറുകളും കുളങ്ങളൊക്കെ മിസ്റിൽ കുറവാ. മിസ്റിൽ കുറെ ചുറ്റിക്കറങ്ങിയാണതാ സിറാജ് ഇരിക്കുന്നത്. മിസ്റിൽ കാര്യമായിട്ടുള്ളത് നൈൽ നദിയാണ്. സ്വർഗത്തിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയും, അതിലെ വെള്ളം കുടിക്കല് പ്രത്യേകം പുണ്യമുള്ളതാണ് നൈൽ നദിയിലെ. അപ്പൊ ആ നൈൽ നദി വിവിധ ശാഖകളായി വിവിധ ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒഴുക്ക് നിലക്കാതെ ഇന്നും അതങ്ങനെ നല്ല സൗന്ദര്യത്തോടെ പല ഭാഗങ്ങളിലും അതിന്റെ വെള്ളം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആളുകൾ കഴിയുന്നത്. പക്ഷെ അത് ഒറ്റ നദിയാണെങ്കിലും വിവിധ ഭാഗങ്ങളിലേക്ക് പോയത് കൊണ്ട് വിവിധ നദികളായിട്ടാണ് അതിനെ പറയുന്നത്. ഇപ്പൊ നമ്മളെ ഈ ചാലിയാർ തന്നെ പല ഭാഗങ്ങളിലും പല പേരാണല്ലോ, എല്ലാ ഭാഗത്തും ഒരേ പേരല്ല. അത് തുടക്കം കുറിക്കുന്നിടത്തേന് ചാലിയാർ നല്ല പേര്, വേറെ പേരാ. വേറെ ചില നാടുകളിലൊക്കെ വേറെ പേരാ പറയുന്നത്. പക്ഷെ സംഗതി ഒന്നേ ചെന്നെത്തുന്നത് ഒരേ രൂപത്തിലേക്കാണ്. ഇതേപോലെ നൈൽ നദി വിവിധ ഭാഗങ്ങളിലൂടെ ശാഖകളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയാണ്.
അതുകൊണ്ട് അവരൊരുപാട് ഉപകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇട്ടേച്ചു പോയി. വസുറൂഇൻ, എമ്പാടും കൃഷിയിടങ്ങൾ അവരുപേക്ഷിച്ചു. എത്രയെത്ര തോട്ടങ്ങൾ, എത്രയെത്ര കൃഷിയിടങ്ങൾ മിസ്രിൽ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടങ്ങളായിരുന്നു. വമഖാമിൻ കരീം, നല്ല ബഹുമാനമുള്ള ഒരുപാട് സഭകളും സുന്ദരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ കുടിലുകളും അവരുപേക്ഷിച്ചു പോയി. അല്ലാഹു തആല അവരെ മുക്കി അങ്ങ് നശിപ്പിച്ചപ്പോ എന്തെങ്കിലും ഒന്ന് ഉപകാരത്തിന് അവരെ കൂടെ ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഇതെല്ലാം സമൃദ്ധിയായിട്ട് ഇവിടെ ഇങ്ങനെ നിന്ന് ആളുകൾ നോക്കി ആസ്വദിക്കാന്നല്ലാതെ ഒന്നും കിട്ടൂല. കദാലിക്, അപ്രകാരം അവരിൽ നിന്ന് നാം അതെല്ലാം ഉപേക്ഷിച്ചു, അവരിൽ നിന്ന് നാം അതെല്ലാം ഊരിക്കളഞ്ഞു, ഒന്നും നാം അവർക്ക് കൊടുത്തില്ല. വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, വഔറസ്നാഹാ, ഈ തോട്ടങ്ങളെയും നദികളെയും കൃഷിയിടങ്ങളെയും സുന്ദരമായ പാർപ്പിടങ്ങളെയും നാം അനന്തരമായി നൽകി. ഖൗമൻ ആഖരീൻ, വേറൊരു കൂട്ടർക്ക്, വേറൊരു വിഭാഗത്തിന്. ആ വിഭാഗം ആൾക്കാർ ഇവരെ കൊട്ടാരത്തിന്റെ മുറ്റത്തെത്തുമ്പോഴേക്ക് ആട്ടിയോടിക്കുമായിരുന്നു. അഥവാ ബനു ഇസ്രായേലാണത്. ബനു ഇസ്രായേലിനെ കൊണ്ട് കഷ്ടപ്പെടുന്ന പണികൾ എടുപ്പിക്കും. വേതനം ചോദിച്ചാൽ ആട്ടിയോടിക്കും. ഭക്ഷണം ചോദിച്ചാൽ പഴകിയ ഭക്ഷണങ്ങൾ എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടാൻ പറയും. അങ്ങനെ നല്ലൊരു വിഭാഗത്തോട് ഖിബുത്തികൾ പെരുമാറിയിരുന്നത് അങ്ങനെയാണ്. ആ ഖിബുത്ത് വംശജരിൽപ്പെട്ട ഒരുപാട് ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ച് അവരുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് അല്ലാഹു തആല കയറ്റിവെക്കുന്നത് മിസ്റിലെ ശ്രേഷ്ഠ കുടുംബമായ ബനു ഇസ്രായേലിനെയാണ്. ഇന്ന് കേൾക്കുന്ന ഇസ്രായേൽ അല്ലട്ടോ ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഞങ്ങനെ വിചാരിക്കേണ്ട. ഖുർആൻ പോലെ മദീഹ് നല്ലോണം പറയുന്നുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതൊരു നബിയുടെ നാമമാണ്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് പറയുന്ന പേരാണ് ഇസ്രായേൽ എന്ന്. അതല്ല ഇസ്രായേൽ എന്നാണ്, അത് വേറെ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അബ്ദുല്ലാഹ് എന്നാണ്. ഇസ്ർ എന്ന് പറഞ്ഞാൽ അബ്ദു എന്നാണ്. ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നാണ് അർത്ഥം. അങ്ങനെ കുറെ പേരുകൾ വരും. ജിബ്രീൽ, മീകായിൽ, ഇതിനൊക്കെ അർത്ഥം തന്നെ അങ്ങനെ തന്നെ. അബ്ദുല്ലാഹ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു പേരാണ്. സൂറത്ത് മറിയമിൽ അല്ലാഹു തആല യാക്കൂബ് നബിയെ പറ്റി പറയുന്നത് ഇസ്രായേൽ എന്നാണ്. അപ്പൊ യാക്കൂബ് നബിന്റെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ സന്തതികൾ എന്ന് പറഞ്ഞാൽ അവരാ. അത് ഒരുപാടുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾ, പേരമക്കളായിട്ട് ഒരുപാടുണ്ട്. അവരങ്ങനെ പടർന്നു പിടിച്ച ഒരു വൻ സമൂഹമായിരുന്നു. അവരെ പറ്റി ഖുർആന് 12 ഗോത്രം എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയൊരു കുടുംബമായിട്ട് കണക്ക് കൂട്ടരുത്. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടത്. നമ്മളൊരു പക്ഷേ കുറച്ച് ജില്ലാടിസ്ഥാനത്തിൽ തന്നെ കണക്കൂട്ടേണ്ടി വരും. അത്രയും അധികം ആളുകളുണ്ട്. ഈ 12 ഗോത്രക്കാരെന്നാണ് ഖുർആൻ ഇവരെ പരിചയപ്പെടുത്തുന്നത്, ബനു ഇസ്രായേലിനെ. പക്ഷെ അവരാണ് ഉത്തമ വിഭാഗം, ശ്രേഷ്ഠ വിഭാഗം. അല്ല, യഹൂദികൾ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ആശയത്തിൽ നിന്ന് മാറി മറ്റൊരു ആശയം സ്വീകരിച്ച വിഭാഗമാണ്. അവർ പിന്നീട് കുറച്ച് ശക്തി ആർജിച്ചു ഈസാ നബി അലൈഹി സ്വലാമിന്റെ ശേഷം. തൗറാത്തിൽ നിന്ന് കുറച്ച് തിരുത്തലുകൾ നടത്തി സ്വന്തമായി കുറെ തൗറകൾ അവരുണ്ടാക്കി. മാറിപ്പോയി. 3 വിഭാഗക്കാരാണ് അതിലുണ്ടായിരുന്നത്. ഒന്ന് യഹൂദ്, ഈസാ നബി അലൈഹി സ്വലാമിൽ നിന്ന് നേർക്കുനേരെ മാറിയ വിഭാഗം നസാറയാണ്, ക്രിസ്ത്യാനികളാണ്. പക്ഷെ ക്രൈസ്തവരാണ് നേർക്കുനേരെ മാറിയതെങ്കിലും അന്നും യഹൂദികളുണ്ട്. യഹൂദികളാണ് ഈസാ നബി അലൈഹി സ്വലാമിനെ വധിക്കണം എന്നുള്ള ആലോചനകളും ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയത്. അത് നേരത്തെ ഉണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത്. പിന്നെ ഒരു 3ാമത്തെ വിഭാഗം ഖുർആനിൽ കാണാം, സ്വാബിഈന എന്ന് പറഞ്ഞൊരു വിഭാഗം. അതും യഥാർത്ഥ റൂട്ടിൽ നിന്ന് തെറ്റിയ സ്വന്തം പല വിഷയങ്ങളും നിർമ്മിച്ചൊരു വിഭാഗമാണ്. ശരിക്കാ വാക്കിന്റെ അർത്ഥം മതം മാറിയവർ എന്നാണ്. മുസ്ലിങ്ങളെ പറ്റിയല്ല അത്. പക്ഷെ ഇവരെ കൂട്ടത്തില്
ഇവരെ കൂട്ടത്തിലായിട്ട് അന്ന് നിലനിന്ന ആൾക്കാർക്ക് പിന്നീട് ഓരോ നബിമാര് വരുന്ന സമയത്ത് നേർവഴി കിട്ടി സ്വീകരിച്ച് നല്ല നിലക്ക് നടന്ന ആൾക്കാരുണ്ട്. അവർക്ക് മുഅ്മിനീങ്ങളെ പോലെയുള്ള സ്ഥാനവും കാര്യങ്ങളും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോൾ യഹൂദികളുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു. അവർക്ക് ഇഷ്ടപ്പെട്ട ആളായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആഖിറത്തെ പറ്റിയുള്ള കുറെ വിവരങ്ങളും കൂടി ചോദിച്ചപ്പോ അതങ്ങനെ തങ്ങളങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോ, ഇനി ഒരു നബി വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കണം എന്ന് തൗറയിലും മറ്റൊക്കെ ഉണ്ട്, ഇഞ്ചിയിലൊക്കെ ഉണ്ട്. അത് ചോദിച്ചപ്പോ ഉറപ്പായിട്ടും ഇതന്നെയാണ് നബി എന്ന് ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്ത് ഷഹാദത്ത് കലിമയും ചൊല്ലി തങ്ങളെ സ്വീകരിച്ചു. സ്വീകരിച്ചപ്പോ ജൂതന്മാര് വളരെ അറപ്പോടെ വെറുപ്പോടെയാണ് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിനെ പിന്നെ കണ്ടത്. അതെങ്ങനെയാണ് അവരിൽ നിന്ന് മാറിയപ്പോ? അവർക്കൊന്നും സത്യം തിരിയാഞ്ഞിട്ടല്ല. ഇനി അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണ്ട. ജൂതന്മാർക്ക് മറ്റൊന്നും സത്യം തിരിയാതെ പോയിട്ടാണ് അവരൊക്കെ അങ്ങനെ ആയിപ്പോയത്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഖുർആൻ അങ്ങനെ പറയില്ല. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലദീന യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും എന്നാണ് അള്ളാഹു പറഞ്ഞത്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കളെ തിരിയും പോലെ നബി തങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് അവസാനത്തെ നബി എന്നും ഈ നബിതങ്ങൾക്കാണ് നമ്മൾ തോറയിലും ഇഞ്ചിയിലും പഠിച്ച എല്ലാ ഗുണഗണങ്ങളും ഉള്ളത് എന്ന് മക്കള് തിരിച്ചറിയാക്കോ? അപ്പാർക്ക് കുടുംബത്തിന് എത്ര ആൾക്കാരുടെ ഇടയിലാണെങ്കിലും തിരിച്ചറിയില്ലേ? അത്രയും ടൈറ്റിൽ ശരിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തേ ഉസ്താദെ വിശ്വസിക്കാതിരുന്നത്? അവരവരുടെ പ്രസ്റ്റേജ്, അവരവരുടെ സ്ഥാനം, അവരവരുടെ മോഹം, അവരുടെ ദുന്യാവ് അത് പോകോന്നുള്ളൊരു പേടി. അതാണ് വിഷയം. അല്ലാതെ തിരിച്ചറിയാഞ്ഞിട്ടോ അവർക്ക് വിഷയം തിരിയാഞ്ഞിട്ടോ അങ്ങനെയാണ് പെട്ടുപോയതാണ്. എങ്ങനെങ്കിലും കഴിച്ചിലാവും അതൊന്നും ആരും കരുതിക്കണ്ട, കഴിച്ചിലാവുന്നില്ല. ശരിക്കും തിരിച്ചു. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുമ്പ് ഖുർആൻ പറഞ്ഞില്ലേ, ആ നബിയെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്തിട്ട് വിജയം വരിക്കുന്ന ആൾക്കാരായിരുന്നു പഴയ കാലത്തുള്ളവർ. യുദ്ധത്തിനൊക്കെ പോകുമ്പോ പടച്ചോനെ അവസാനത്തൊരു നബി വരാണ്ടല്ലോ, ആ നബിനെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം, വിജയിക്കണം. എന്നിട്ടോ ഫലമ്മാ ജാഅഹും മാ അറഫു കഫറൂ ബിഹി. അവർക്ക് ആ തിരിച്ചറിയുന്ന ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു നബി അവർക്കങ്ങ് ആഗതമായപ്പോൾ കഫറൂ ബിഹി, അവർ നിഷേധിച്ചു. അതിന് ഒരു കൂട്ടര് പറഞ്ഞ എന്താ, അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങളിൽ നിന്നാ വരേണ്ടത്. എന്താ തെരഞ്ഞെടുപ്പാ? അങ്ങനെ ഒരു നബി വരികയാണെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിനാ വരേണ്ടത്. അപ്പൊ അവർ കാത്തു കഴിയുന്നു, ഒന്നായിട്ട് കൊണ്ട് അടക്കി ഭരിച്ചു കിട്ടാലോ എന്ന് കരുതിയിട്ട്. അല്ലാഹു തആല പറഞ്ഞു, നബിയെ ആരിൽ നിന്ന് കൊണ്ടുവരണം, എവിടെ നിന്നാണ് ഒരു നബിയെ നിയുക്തനാക്കേണ്ടത്, അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, അള്ളാഹു തീരുമാനിക്കേണ്ടത്. അങ്ങനെ മാറിപ്പോയ ടീമുകളാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സബൂറൊന്നും ഇപ്പല്ല. ഒരു പക്ഷെ അതിന്റെ ഏതെങ്കിലുമൊക്കെ ഉപദേശങ്ങളിൽ അല്ലറ ചില്ലറ ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടാവും. അത്രേ പറയാൻ പറ്റുള്ളൂ. അതൊന്നും സുരക്ഷിതമായിട്ടൊന്നുമില്ല. സുരക്ഷിതമായി വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാത്ത ഒരേ ഒരു കിതാബ് അത് അള്ളാഹുവിന്റെ ഖുർആൻ മാത്രമേ ഉള്ളൂ. പഴയ കാലത്തെ സുവിശേഷങ്ങളും പഴയ കാലത്തെ ബൈബിളുകളൊക്കെ റോമിലും പലയിടങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതും കൈക്കടത്തലുകൾക്ക് വിധേയപ്പെട്ടതാണ്. ഇഞ്ചീല് ഒരു നൂറ്റാണ്ടിന്റെ ഇടയിൽ തന്നെ മാറിയിട്ടുണ്ട് എന്നാണ്. ഈസാ നബി അലൈഹി സ്വലാം പോയി 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അതിലെ 1-ാമത്തെ നൂറ്റാണ്ടിൽ തന്നെ ഇഞ്ചീല് മാറിയിട്ടുണ്ട്. വകഭേദം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ആശയങ്ങൾ പലതും ചേർത്തെങ്കിലേ ജീവിക്കാൻ കഴിയുള്ളൂ എന്നായി. ചില ആശയങ്ങളൊക്കെ അതിൽ നിന്ന് വെട്ടിമാറ്റിയെങ്കിലേ സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വകഭേദം വരുത്തണം. നിങ്ങൾ കണ്ടില്ലേ, ഓരോ പാർട്ടികൾ ഓരോ കൊല്ലം കൂടി ചർച്ച ചെയ്തിട്ട് തെറ്റ് തിരുത്തൽ രേഖ, പുതിയ തിരുത്തൽ രേഖ എന്ന് കൊണ്ടുവരും. ഇതേപോലെ അവരിങ്ങനെ പലരും കൂടി ആലോചിച്ചിരുന്നിട്ട് അത് പറ്റൂല, അതുകൊണ്ട് അത് മാറ്റണം, ഇതിലേക്ക് കൂട്ടിച്ചേർക്കണം, അങ്ങനെ ചേർത്തിരുന്നു അവരുടെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും ചേർന്നിട്ട്. അങ്ങനെ പിൽക്കാലത്ത് കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ അവർ ചേർത്ത വൈരുദ്ധ്യമായ ആശയങ്ങൾ തിരിച്ചറിഞ്ഞ് കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തിയപ്പോ പിന്നെ അത് വ്യത്യസ്ത സുവിശേഷങ്ങളായി മാറിയ. ഇന്നും നിലവിൽ അങ്ങനെയാണ്. ഒരുപാട് സുവിശേഷങ്ങളാണ്, 1-2 ഒന്നല്ല, ഒരുപാട്. ഒരു പക്ഷേ കൂട്ടി വായിച്ചാൽ ഇന്നും പലതിൽ നിന്നും വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയും.
പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. നൂറ്റാണ്ടുകൾ എത്ര പിന്നിട്ടാലും എത്ര ലോകം വികസിച്ചാലും വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അല്ലാഹു തആല സുരക്ഷിതമാക്കി നിലനിർത്തുന്ന ഒരു കിതാബാണ് അല്ലാഹുവിന്റെ ഖുർആൻ. എല്ലാ പള്ളികളിലും വീടുകളിലും നാടുകളിലുള്ള ഖുർആൻ പ്രതികളൊക്കെ പോയാലും ഖുർആനിന്റെ ഹിഫ്ള് അല്ലാഹു ഏറ്റെടുത്ത വിധത്തിൽ തന്നെ ഇവിടെ നടത്തും. അതിന് യാതൊരു കുറവുണ്ടാവില്ല, ഒരു കമ്മി ഉണ്ടാകൂല. ഏറ്റവും കൂടുതൽ ലോകത്ത് മനഃപ്പാഠമാക്കിയ ഒരു കിതാബ് ഏതാ? ഖുർആനാണ്, വേറൊറ്റൊന്നില്ല. ഇപ്പോഴും ലോകതലത്തിലെ കണക്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ മനഃപ്പാഠമാക്കിയ ഒരു ഗ്രന്ഥം എന്ന് പറയാൻ അവകാശപ്പെടാനുള്ളത് അള്ളാഹുവിന്റെ ഖുർആന് മാത്രമാണ്. ഒരു വർഷം ലക്ഷക്കണക്കിന് ആളുകൾ ഖുർആൻ ഹിഫ്ളായിക്കൊണ്ടിരിക്കുകയാണ്. ആണുങ്ങൾ മാത്രല്ല, പെണ്ണുങ്ങളും. അപ്പൊ ഖുർആന്റെ ഹിഫ്ള് അള്ളാഹു ഏറ്റെടുത്തത് കൊണ്ട് ഒരു നിലക്കും ഏത് വിധേനയും കൈകടത്തൽ നടത്തിയാലും നടത്താൻ കഴിയൂല. നിങ്ങൾ നോക്കി എത്രമാത്രം സുരക്ഷിതമായിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ റസ്മുൽ ഉസ്മാൻ ഖുർആനിന്റെ ലിപി എത്ര വർഷങ്ങളാണ് ഇങ്ങനെ തുടർന്നു പോരുന്നത്. അന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എവിടെ ഒരു പുള്ളി വെച്ചോ, എവിടെ ഒരു ബാ ഇങ്ങനെ എഴുതിയോ, താ ഇങ്ങനെ എഴുതിയോ, അങ്ങനെ തന്നെ എല്ലാ സ്ഥലത്തെയും താ ഖുർആനിലെ താ ഹാത്താ ആണോ? അല്ല. ചില സ്ഥലത്ത് ഹാത്താവ് വരേണ്ടടുത്ത് ബാത്താവ് വന്നിട്ടുണ്ട്. അതങ്ങനെ തന്നെ എഴുതണം. അതാണ് ആ റസ്മുൽ ഉസ്മാൻ. നമ്മൾ അവിടെ ഒരു പക്ഷേ നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇവിടെ വരേണ്ടത് ഹാത്താ ആണ്, ഹാ ഇങ്ങനെ ഇട്ടിട്ടൊരു താ ഇല്ലേ. പക്ഷെ ഖുർആൻ നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കാണുന്നത് ഹാത്താ അല്ല, ബാത്താ ആയിരിക്കും. ബാന്റെ മുകളിലിട്ടിട്ട് ഉള്ള താ ആയിരിക്കും. എന്നാ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല, എഴുത്തിലെ വ്യത്യാസം ഉണ്ടാകുള്ളൂ. പക്ഷെ അത് അങ്ങനെ തന്നെ എഴുതണം, അങ്ങനെ തന്നെ നോക്കി എഴുതണം. അറിയില്ലെങ്കിൽ നോക്കി എഴുതണം, അല്ലാതെ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഖുർആനിന്റെ ലിപി ഖുർആൻ എഴുതുന്നതിന് നല്ലോണം പഠിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെങ്കിലും എഴുതാൻ പറ്റൂല. ചില സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ഓതും പോലെയല്ല ചില സ്ഥലത്ത് ഉണ്ടാകുക. നിങ്ങൾ നോക്ക്, സൂറത്തുൽ കഹ്ഫില് നമ്മളെല്ലാരും ഓതും ലാകിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ ഓതൂലേ, വലാ ഉശ്രികു ബി. അവിടെ ലാകിന്ന ഒന്ന് മറിച്ചു നോക്കി, നൂനിന്റെ ശേഷം ഒരു അലിഫ് കാണാം. ലാകിന്നല്ല ഓതലെങ്ങനെ? ലാകിന്ന ഹുവല്ലാഹു റബ്ബി. പക്ഷെ എഴുതുമ്പോ ലാകിന്ന എഴുതിയാൽ മതിയോ? ആ അലിഫും കൂട്ടി എഴുതണം. മനസ്സിലായില്ലേ? ലാകിന്ന ഹുവല്ലാഹു റബ്ബി, ലാകിന്ന നൂനിന്റെ ശേഷം അലിഫുണ്ട്. എഴുതുമ്പോ എങ്ങനെ എഴുതണം? അങ്ങനെ തന്നെ എഴുതണം. നാ ഉച്ചരിക്കുമ്പോ എങ്ങനെ? ലാകിന്നാന്ന് ഉച്ചരിക്കണ്ടോ? ഇല്ല, ലാകിന്ന ഹുവല്ലാഹു റബ്ബി. അതാണ് എഴുത്തും മോത്തും ഒരുപോലെ ആയിക്കോണമെന്നില്ല, വ്യത്യാസം ഉണ്ടാവും. കുറെ സ്ഥലങ്ങളുണ്ട് അങ്ങനെ. അപ്പൊ അത് ഖുർആനിന്റെ ഒരു മഹത്തുള്ള ശൈലിയാണ്. ആ എഴുത്ത് അങ്ങനെ തന്നെ നിലനിന്നു. ചെറിയൊരു ഇഖ്തിലാഫ് വന്നപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ചെറിയൊരു വ്യത്യാസം വന്നപ്പോഴേക്ക് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, എല്ലാവരും 7 ഖിറാഅത്തല്ല, അതിലപ്പുറം 10 ഖിറാഅത്താണ് മഷ്ഹൂറായിട്ടുള്ളത്. ഇന്നും കേരളത്തിൽ 7 ഖിറാഅത്ത് അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 10 അറിയുന്നവർ വളരെ വിരളം മാത്രം. 7 ഖിറാഅത്ത് അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നു. 7 ഖിറാഅത്തും എതിരല്ല കേട്ടോ, തമ്മിൽ ആശയത്തിനെതിരില്ല. പക്ഷെ ഓത്തുമ്പോ ഓത്തിൽ എന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഖുർആനിൽ ഒരു സ്ഥലത്ത് വറാവദത്തുഹുല്ലത്തി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈതലക് എന്നുണ്ട് സൂറത്ത് യൂസുഫിൽ. ഹൈതലക് എന്നിടത്ത് വേറെ ഖിറാഅത്ത് ഹീതലക്, വേറെ ഖിറാഅത്ത് ഹൂതലക്. കണ്ടോ? അർത്ഥം ഒന്ന് തന്നെ, ഓത്തില് വ്യത്യാസം, എഴുത്തിലും ആ രൂപം തന്നെ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നമ്മളെ കൂടുതൽ അങ്ങനല്ലേ? അവിടെ തന്നെ അൻഅംത അലൈഹിം എന്നൊരോത്തുണ്ട്, അൻഅംത അലൈഹിമൂ എന്നൊരോത്തുണ്ട്. കേട്ടില്ലേ? പക്ഷെ ഈ 3 ഓത്തോതിയാലും അർത്ഥം മാറ്റണ്ടോ? അർത്ഥം മാറ്റില്ല. ഖുർആന്റെ സൗന്ദര്യമാണത്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ ഉമർ റളിയല്ലാഹുവിൻകു ഒരാളിങ്ങനെ ഓതുന്നത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്താ ഒരാളിങ്ങനെ ഓതുന്നത് കേട്ടു. ഇയാൾക്ക് എവിടുന്ന ഈ ഓത്ത്? ഇങ്ങനല്ലല്ലോ ഞാൻ ഓതുന്നത്. അയാളെ പിടിച്ചു, ഉമർ റളിയല്ലാഹുവിനല്ലേ, അയാളെ പിടിച്ചു വേഗം കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിലേക്ക്. നബിയെ, എനിക്ക് തങ്ങൾ ഓതി തന്നതല്ലാത്ത ഒരു ഓത്ത് മൂപ്പര് ഓതുണ്ട്, അതാ ഞാൻ പിടിച്ചോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ പറഞ്ഞു, തങ്ങളൊന്ന് ഓതി എന്ന് പറഞ്ഞു.
ആ മുറല്ലാനെ പിടിച്ചോണ്ടുന്ന സ്വഹാബിനോട്. അപ്പൊ ആ സ്വഹാബി ഓതി. ഇനി റളിയല്ലാഹുവിനോട് നിങ്ങളൊന്ന് ഓതി എന്നാണ്. റളിയല്ലാഹുവിനെ ഓതി. രണ്ട് ഓത്തിന് മാറ്റുണ്ട്, അർത്ഥത്തിന് മാറ്റമൊന്നുമില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞു ഹാക്കദാ ഉൻസിലത് ഹാക്കദാ ഉൻസിലത്, ഇങ്ങനെയും ഇറക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയും ഇറക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടും ശരിയാണ്, രണ്ടും ശരിയാണ്, രണ്ടിലും വ്യത്യാസമില്ല, മാറ്റല്ല. രണ്ടും അർത്ഥം നോക്കുന്ന സമയത്ത് അർത്ഥത്തിന് സൗന്ദര്യം കൂടുക എന്നല്ലാതെ കുറയൂല. അത് ഖുർആനിന്റെ ഒരു സൗന്ദര്യമാണ്. അത് വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയൂല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഓത്തിൽ വന്നപ്പോഴേക്ക് ഉസ്മാൻ റളിയല്ലാഹുവിന് വേഗം ഹഫ്സ ബീവി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. ആ ഹഫ്സ ബീവിന്റെ അടുത്തായിരുന്നു ഒന്നാമത്തെ മുസാഫ് സൂക്ഷിച്ചിരുന്നത്. ഒന്നാമത്തെ മുസാഫ് ഏതാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അന്ന് എഴുതിയ ആദ്യത്തെ കോപ്പി, റളിയല്ലാഹുവിന്റെ ഒക്കെ ആദ്യത്തെ കാലത്ത് എഴുതിയ കോപ്പി. ആ കോപ്പി ഹഫ്സ ബീവിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ ഹഫ്സ ബീവിനോട് പറഞ്ഞു ആ ഖുർആന്റെ കോപ്പി ഒന്നും ഇങ്ങോട്ട് കൊടുത്തേക്കണം, പകർത്തിയിട്ട് അങ്ങോട്ട് തന്നെ കൊടുത്തേക്കാന്ന് പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു. അങ്ങനെ കാത്തിബീങ്ങളെ വിളിച്ച് സ്വഹാബിമാരായ കാത്തിബീങ്ങളെ വിളിച്ച് ആ കോപ്പി കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് പകർത്തി എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കി വിവിധ ഭാഗങ്ങളിലേക്ക്, രാഷ്ട്രങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. ഇനി ഇതേ രൂപത്തിൽ എഴുതണം, ഇതേ രൂപത്തിൽ ഓതണം, മറ്റൊരു എഴുത്ത് നിങ്ങളിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടാകരുത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു നിർദ്ദേശിച്ചു. നമ്മളൊന്ന് ആലോചിക്കണം, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ആ കാലഘട്ടത്തിലുള്ള ആ ഒരു ലിപി എത്ര സൗന്ദര്യ രൂപത്തിലാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചത്. എല്ലാ ഭാഗത്തേക്കും അത് വ്യാപിച്ചു. എല്ലാവർക്കും അത് പഠിക്കാനുള്ള രൂപഭാവങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്ന പണ്ഡിതന്മാരിൽ അതിന്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചേർത്ത് നന്നായി മനസ്സിലാക്കാൻ തുടങ്ങി. ചില ആയത്തുകൾ കണ്ടാൽ നമുക്ക് തോന്നും അവിടെ ഒരു ഹർഫും കൂടി ഏറുണ്ടല്ലോ, അപ്പൊ ആ ഹർഫിന്റെ മേലെ നീട്ടണ്ടെന്നാ ഓത്തിലുള്ളത്. അപ്പൊ ഹർഫിന്റെ മേലെ നേരെ ഒരു കുനുപ്പ് ഇങ്ങനെ കാണും. ആ കുനുപ്പ് കണ്ടാൽ ശരിക്ക് നല്ലോണം ഉള്ള ഒരു വട്ടത്തിലുള്ള പുള്ളിയല്ല, പിന്നെ ഒരു ചെറിയൊരു സ്വാദ് മോഡൽ ചെറിയൊരു കുനുപ്പുള്ളൊരു പുള്ളി. അങ്ങനെ ഒരു ചെറിയൊരു അടയാളം അവിടെ കാണുമ്പോൾ മനസ്സിലാക്കുക അത് നീട്ടാനുള്ളതല്ല, അത് ഉപയോഗിക്കാനുള്ളതുമല്ല, എഴുതാനുള്ളതാണ്. എഴുത്തിലത് വേണം, ഉച്ചാരണത്തിൽ അതുണ്ടാവൂല. ഉച്ചാരണത്തിൽ ഇങ്ങനെ ഓതിയാ മതി. അപ്പൊ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനാണ് അത്തരത്തിലുള്ള ഏറ്റവും മഹത്വമുള്ളൊരു കിതാബ്. അത് ആ ഖുർആൻ എന്നുള്ള സൂറത്താണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വലിയ സുഖങ്ങളിൽ ജീവിച്ച ഫിർഔനെയും കൂട്ടരെയും അല്ലാഹു തആല നശിപ്പിച്ച് വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, മറ്റൊരു വിഭാഗത്തിന് നാം അത് അനന്തരമായി നൽകി. ഒരിക്കലും ആ കൊട്ടാരത്തിൽ കയറിയിട്ടില്ലാത്ത ആളുകൾക്ക് അവർക്ക് അല്ലാഹു തആല ഭരണം അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. ഇവിടെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും പീഡനങ്ങൾ അനുഭവിക്കുന്ന സമൂഹമാണ് ഇന്നും ഫലസ്തീനികൾ. ഇനി തിരിച്ചൊരു ഭാഗം അവിടെ വരാനുണ്ട്. ഇന്ന് അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെ മുഴുവൻ കേന്ദ്രങ്ങളിലും, മുഴുവൻ ഭരണശിലാ കേന്ദ്രങ്ങളിലും, മുഴുവൻ സാമ്പത്തിക രംഗങ്ങളിലും ഫലസ്തീന് ഒരു അധികാരം വരുന്ന ഒരു കാലം ലോകത്ത് വരും. ഒരു വൻ വിജയം വരുന്ന ആ വിജയം മറികടക്കാൻ പിന്നെ കഴിയൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസിൽ. വളരെ ക്ഷമാപൂർവം ഫലസ്തീനികളും ലോകവും കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പാണത്. അതിന് തുടരെയായിട്ട് ഏറെ വൈകാതെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹുവിന്റെയും വരവുണ്ട്. മഹദി ഇമാമിന്റെ വരവ് വരുമ്പോഴത്തിന് ആൾക്കാർക്ക് പേടിയ പഠിച്ചാൽ എന്റെ പദ്ധതിയൊക്കെ നടക്കൂലേ, കുറെ വിഷയം ദുന്യാ നടക്കാണ്. എന്ത് ദുന്യാവിലെ പദ്ധതി? ഇന്നങ്ങോട്ട് റൂഹ് പോയാൽ മരിച്ചുകൊണ്ട് ആൾക്കാരെ നമ്മൾ 100 കൊല്ലത്തെ പദ്ധതി പ്ലാൻ എടുത്തിരിക്കുക, അല്ലെങ്കിൽ 1000 കൊല്ലത്തെ ആയുസ് എണ്ണി നോക്കുമ്പോൾ നാളെ മറ്റന്നാളെ പോകാനുള്ള ആൾക്കാരാണ്. മഹദിമാം വരാറുമ്പോഴത്തിന് ആൾക്കാർക്ക് പേടിയാ. മഹദിമാം ഇത്ര പെട്ടെന്ന് നിലസ്ഥായി വരുന്നത്, കുറച്ചുകൂടി കാലം കഴിച്ചിട്ട് വന്നാൽ പോലെ എന്ന ആൾക്കാർ പലരും ചോദിക്കുന്നു. മഹദിമാം വരുന്നതിന് നമുക്ക് എതിർപ്പുണ്ടോ? നമുക്കെന്താ എതിർപ്പുണ്ടോ? നമുക്കൊരു എതിർപ്പില്ല. ഏറ്റവും സുഖസമ്പൂർണമായ ജീവിതം മുസ്ലിങ്ങൾക്ക് ലോകത്തിന് സമ്മാനിക്കുന്ന ഒരു സമയമാണ് ഇമാം മഹദി റളിയല്ലാഹുവിന്റെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ വരവുള്ള സമയത്ത്. അത്ര സുഖമുള്ള ജീവിതം പിന്നെ കിട്ടൂല എന്നാണ് ഹദീസിലൊക്കെ പറയുന്നു. കാരണം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു തന്നെ
വജഅലനി മുബാറകൻ ഐനമാ കുന്തു എന്നാണ്. ഞാൻ എവിടെയാണെങ്കിലും എന്നെ അള്ളാഹു മുബാറക്കാക്കി ബറക്കത്ത് അധികരിച്ച ആളാക്കിയിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ തഫ്സീറിൽ കാണാം, ഇനി ഈസാ നബി അലൈഹി സ്വലാമിന്റെ വരവൂടെ നടക്കുമ്പോ കായ്ക്കനികളിൽ, ഭക്ഷ്യവസ്തുക്കളിൽ, സാമ്പത്തിക രംഗത്തൊക്കെ ബറക്കത്തും പുരോഗതിയായിരിക്കും. എല്ലാ രംഗങ്ങളിലും അന്ന് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. പള്ളി മദ്രസ നിർത്താൻ എല്ലാ രംഗത്തും ബറക്കത്ത് കുമിഞ്ഞിങ്ങനെ കൂടായിരിക്കും. ഞാനത് വെറുതെ പറഞ്ഞാൽ അതിന്റെ തഫ്സീർ, ആയത്തിന്റെ തഫ്സീറിൽ കാണാം. എത്രത്തോളം പറയുന്ന നിറങ്ങള്, ഒരു റുമ്മാനോ കിട്ടിയാൽ ഒരു റുമ്മാനിൽ നിന്ന് 3-4 ആളുകൾക്ക് വയറ് നിറക്കാൻ മാത്രമുള്ള ബറക്കത്ത് അന്നത്തെ കാലത്ത് ഉണ്ടാകും. അപ്പൊ ഒരു സ്വർഗത്തിലെ പ്രതീതി പോലെയാണ് ഇപ്പത്. ഒരൊറ്റ റുമ്മാൻ തഫ്സീലുള്ളതാ. ഒരു റുമ്മാൻ കിട്ടിയാൽ, ഇന്നിപ്പോ ഒരു റുമ്മാൻ കിട്ടിയാൽ നമുക്ക് തികയോ? 2-3 ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ മാത്രമുള്ള ഒരു ബറക്കത്ത് ഒരു റുമ്മാനിലൂടെ ലഭിക്കും. അപ്പൊ എന്താണ് ആ ബറക്കത്ത്? വജഅലനി മുബാറകൻ ഐനമാ കുന്തു എന്നാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി ഈസാ നബി അലൈഹി സ്വലാം സൂചിപ്പിച്ചത് ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ എവിടെയാണെങ്കിലും, ഏത് ലോകത്താണെങ്കിലും, ഏത് സ്ഥലത്താണെങ്കിലും എന്നെ അല്ലാഹു തആല മുബാറക്കാക്കി ബറക്കത്ത് അധികരിച്ച ആളാക്കി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഉണ്ടോ? നാം തിന്നെ ആണത്. ആ റുമ്മാൻ ഇവിടെ എത്തിയില്ല. ഇവിടെ നിങ്ങൾ പറഞ്ഞ മത്തനെ എത്തിയിട്ടുള്ളൂ, റുമ്മാൻ എത്തിയില്ല. ഏതായാലും അത്തരത്തിലൊരു ബറക്കത്തുള്ള കായ്ക്കനികളൊക്കെ നല്ലോണം ബറക്കത്തോടുണ്ടാവും. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവോടുകൂടെ വലിയ ഇസ്സത്താണ് ഇസ്ലാമിക ലോകത്തിൽ ലഭിക്കുന്നത്. ചെറിയ ഇസ്സത്തൊന്നല്ല. ഇസ്ലാമിനെ നിശിതമായി വിമർശിക്കുകയും കരിവാരിത്തേക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ശക്തമായ ചുട്ട മറുപടി റെഡിയായ നിലക്ക്, പച്ചയായ നിലക്ക് കിട്ടുന്ന ഒരു കാലാണ്. ഓരോ ദിവസവും ഈസാ നബി അലൈഹി സ്വലാമിനോട് പൊരുതാൻ വരുന്ന യഹൂദികളിൽ 50,000-ലധികം വരുന്ന ആളുകളാണ് കൊല്ലപ്പെടുന്നത് അന്നത്തെ കാലത്ത്. 1-2 എന്നല്ല. അപ്പൊ ഒരു വല്ലാത്ത സന്തോഷം ഈ പീഡനങ്ങളേറ്റ് ജീവിക്കുന്ന ഈ മനസ്സുകൾക്ക് നിറഞ്ഞ സന്തോഷം ഉണ്ടാവും. 100 കണക്കിന് കിലോമീറ്ററുകളാണ് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ശരിക്ക് പട്ടാപ്പകലിൽ തന്നെ ജൂതന്മാർ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആരുടേതാണത്? ഫലസ്തീനികളായ മുസ്ലിങ്ങളുടേതാണ്. ഒരവകാശവും അധികാരവും പറയാൻ അവർക്കില്ല. അവിടെ താമസിക്കാൻ സ്ഥലമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ജീവിക്കാൻ ഒരു ഭൂമി കൊടുത്തതാണ് ഫലസ്തീനികൾ. ചരിത്രം പരിശോധിച്ച് നോക്ക് നിങ്ങൾ. ഉള്ള ആസ്തി മുഴുവനും പല രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ സാധുക്കൾക്കെതിരെയാണ് കടന്നാക്രമണം നടത്തുന്നത്. മോഹം തീരണ്ടേ? ഇത് തന്നെയല്ലേ നേരത്തെ ഫിറഔനും കൂട്ടരും ചെയ്തിരുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി അന്ന് ബനു ഇസ്രായേൽക്കാർക്ക് വരികയാണെങ്കിൽ തച്ചു തകർക്കും അത്. എന്നിട്ട് അത് സ്വന്തം കീഴിലാക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആൾ നല്ല തോട്ടം നടത്തുന്നുണ്ടെങ്കിൽ അതിന് ഉടനെ വില പറഞ്ഞ് കൈക്കലാക്കും ഫിറഔനും കൂട്ടരും. അന്ന് പണിയതാ. ഏതാ ആള് നോക്കും, കിബിത്തിയല്ലേ, എന്നാ അയാളെ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിവാക്കണം, അതിന് വില കൊടുക്കുക. പിന്നെ അയാള് ഫക്കീറായി മാറി, അയാൾ സാധുവായി ജീവിക്കന്നെ എന്ന് പറഞ്ഞാൽ ഒരു മുതലാളിത്ത മേൽക്കോയ്മയായിരുന്നു ഫിറഔനിന്റെ ഭരണത്തിൽ. പ്രതിപക്ഷം ഇല്ലാത്ത ഭരണല്ലേ, ഏകാധിപതിയാണ് ചങ്ങായി. എന്താണോ തീരുമാനം എടുക്കുന്ന ആ തീരുമാനം ഉടനടി നടപ്പിലാക്കുക. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ദിവസം തന്നെ 20,000 കുഞ്ഞുങ്ങളെ കൊല്ലണമെങ്കിൽ എത്രമാത്രം വലിയ അവസ്ഥ വേണം. മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നു എന്ന ഒരൊറ്റ പേരിൽ ഒറ്റ ദിവസം തന്നെ കൊന്നു കളഞ്ഞ് 20,000 മക്കളെയാണ്, ചെറിയ കുഞ്ഞുങ്ങളെയാണ്. ബാക്കിയുള്ള ഗർഭിണിയുടെ കണക്കെടുത്ത് നടക്കുകയാണ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നോക്കാൻ വേണ്ടിയിട്ട്. ആരോടാ മത്സരം? മത്സരം ആരോടാ? അള്ളാഹുവിനോടാണ്. അത് ജയിക്കുവോ? എന്നിട്ട് അള്ളാഹു തആല നിശ്ചയം എങ്ങനെ ഉണ്ടായത്? അതേ കൊട്ടാരത്തിൽ തന്നെ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാം വളരണം. 30 വർഷം, 1 വർഷം 2 വർഷമല്ല, 30 വർഷം അക്കൊട്ടാരത്തിൽ വളരെ സ്വസ്ഥതയുള്ള ആളായി സ്വന്തം ഉമ്മയിൽ നിന്ന് മുലപ്പാലും ലഭിച്ച് അവിടെ വളർന്ന് അവിടെ എല്ലാവിധ സുഖസൗകര്യങ്ങളോടുകൂടെയുമാണ് മൂസാ നബി അലൈഹി സ്വലാം ജീവിച്ചത്. എന്താ അവന്റെ തീരുമാനം വല്ലതും നടന്നു?
അതുകൊണ്ടല്ലേ പിന്നീട് ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വന്ന് പറഞ്ഞപ്പോ ഫിരൗൻ നേരെ ചോദിച്ചത്, അലം നുറബ്ബിക ഫീനാ വലീദൻ വലബിസ്ത ഫീനാ മിൻ ഉമരിക സിനീൻ. കുട്ടിക്കാലത്ത് പോറ്റി വളർത്തിയിട്ട് ഇപ്പൊ റസൂലാന്ന് പറഞ്ഞു വന്നിക്കാലേ. അലം നുറബ്ബിക ഫീനാ വലീദൻ, കുട്ടിക്കാലത്ത് നിന്നെ പോറ്റി വളർത്തി വലുതാക്കിയിട്ട് വലബിസ്ത ഫീനാ മിൻ ഉമരിക സിനീൻ, 30 വർഷത്തോളം നമ്മുടെ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടിയിട്ട് വഫഅൽത ഫഅലതകല്ലതി ഫഅൽത വഅൻത മിനൽ കാഫിരീൻ. മൂസാ നബിയോട് പറഞ്ഞാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ബനൂ ഇസ്രായേൽപ്പെട്ട ഒരാളും കിബിതികൾപ്പെട്ട ഒരാളും ഉന്തും തള്ളുണ്ടായി. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ഓരോരുത്തരോരോ ഭാഗത്തേക്ക് മാറ്റി നിർത്തിയപ്പോ ഈ കിബിത്തിനെ ഒന്ന് പിടിച്ച് അങ്ങോട്ട് മാറ്റിയപ്പോ അയാൾ വീണു, അയാൾ മരിച്ചും ചെയ്തു. അയാള് വികാരം മരിച്ചാലും മാറ്റിയതല്ല, ഈ വിഷയത്തിൽ നിന്ന് മാറ്റിയതാണ്. ഒന്ന് അങ്ങോട്ട് മാറ്റി നിർത്തിയതാണ്. അയാൾ വീണിപ്പോ എന്താക്കാനാ? അയാൾ വീണ് മരിച്ചു. മരിച്ചപ്പോ ഇവര് പറഞ്ഞു അത് കൊന്നാണ്, കൊല്ലണം മൂസനെ. മൂസാ നബിനെ കൊല്ലണം തീരുമാനിച്ചു. അപ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ നേർക്കുനേരെ മൂസാ നബിനെ സ്നേഹിക്കുന്ന കൊട്ടാരത്തിന്റെ വിഷയങ്ങളൊക്കെ അറിയുന്ന ആള് വന്നിട്ട് പറഞ്ഞത്, അവിടെ ഗൂഢാലോചന നടക്കുന്നുണ്ട്, ഞാനൊരു ഉപദേശം പറയാണ്, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് വേഗം പോകണം. പിന്നെയാണ് മദീനയിൽ പോയിട്ട് ഒരു 10 വർഷക്കാലത്തെ ജീവിതത്തിന് ശേഷം മൂസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്നത്. അല്ലാഹു തആല നബുവത്തും റിസാലത്തും അതിന്റെ തെളിവുകളൊക്കെ കൊടുത്ത് അനുഗ്രഹീതനായി മൂസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്നു. ഫിർഔന്റെ മുന്നിൽ വല്ല തെളിവുണ്ടോ? തെളിവൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ജയിലിൽ അടക്കുന്നവർ നല്ല ഊക്കോടല്ലേ പറഞ്ഞു, ജയിലിൽ അടക്കും. തെളിവുണ്ടോ? തെളിവുണ്ട്. വടിയും കിട്ടുകൊടുത്തു. ആ വടി ആർക്കും നോക്കിയാൽ സംശയിക്കാത്ത വിധം സുബാനും മുബീൻ, നല്ല ഉഗ്രൻ വിഷസർപ്പമായിട്ടാണ് ആ വടി മാറിയത്. ചെറിയ പാമ്പല്ല, സുബാനുൻ മുബീൻ. ആളുകളെ കൺകെട്ടിയിട്ട് പാമ്പാക്കിയതല്ല, നേർക്ക് നേരെ നോക്കുന്നവർക്കൊക്കെ അസൽ പാമ്പന്നെ, ഒരു സംശയമില്ല. അപ്പൊ പിന്നെ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് സിഹറാണ് എന്ന് അവൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. സാഹിര്യങ്ങളെ വിളിച്ച് മത്സരം നടത്തിയത്. ജയിച്ചതാരാ? മൂസാ നബി അലൈഹിസ്സലാം. പിന്നുള്ള ഘട്ടങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഒരുപാട് സമരമുഖങ്ങൾ. കൊല്ലണമെന്ന തീരുമാനത്തോടെ ലാസ്റ്റ് ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് അവർക്കൊരു ശല്യമില്ലാതെ വേറൊരു നാട്ടിലേക്ക് പോവുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം അവരെ പിന്നാലെ കൂടേണ്ട ആവശ്യമില്ല. എന്നിട്ടും വിടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ട് കടന്നോളൂ. അങ്ങോട്ട് എത്തിയാൽ തിരിച്ചാ വടി കൊണ്ടൊരു ഒരടി ഇങ്ങോട്ട് അടിക്കരുത്, അടിച്ചാലത് കൂടിപ്പോകും. നിങ്ങൾ അങ്ങോട്ട് കടന്നോളൂ. അപ്പൊ ഈ വഴി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളെ പിടിക്കാൻ വേണ്ടി മറ്റൊരു ഊക്കില് വരും. അവരെത്തുമ്പോ ബാക്കിയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കടന്ന് നിങ്ങൾ കാര്യത്തിന് ചെയ്തു പോയാൽ മതി. ആ ശത്രുക്കൾ മുഴുവനും മരിച്ചൊടുങ്ങി പിറ്റേന്ന് അവരെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ എത്തുന്നത് ആരാ? മൂസാ നബി അലൈഹിസ്സലാമും ബനു ഇസ്രായേലുകാരുമാണ്. അല്ലാഹു തആല പറഞ്ഞു, വൗറസ്നാഹാ ഖൗമൻ ആഖരീൻ. അടിമകളായി മാത്രം കഴിഞ്ഞിരുന്ന, അവരുടെ വേലക്കാരായി മാത്രം കഴിഞ്ഞിരുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പട്ടണങ്ങളും ആ കാര്യങ്ങളൊക്കെ അധികാരങ്ങളൊക്കെ കൊടുത്ത് നല്ല സന്തോഷങ്ങളൊക്കെ കൊടുത്തു. ഇപ്പോ ഈ തിരിച്ചൊരു അധികാരം കിട്ടിയ സമയത്ത് അവർ ഈമാൻ ഒന്നുകൂടി കൂടിട്ടോ, അത് മനസ്സിലാക്കണം. കാരണം മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ പറയുന്നു, മൂസാ നബിയെ, ബനു ഇസ്രായേൽക്കാർ പറയുന്നു, നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പീഡനം, വന്നതിന് ശേഷവും പീഡനം, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞിരുന്നു, നിങ്ങൾ വിഷമിക്കണ്ട, ഒരു ദിവസം അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും, നിങ്ങളെ ശത്രുവിനെ അല്ലാഹു നശിപ്പിക്കും, എന്നിട്ട് വയസ്തഖ്ലിഫക്കും ഫിൽ അർളി, അവരുടെ സ്ഥാനത്ത് അല്ലാഹു തആല നിങ്ങൾ അവരോധിക്കും. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോണ്ടി, അങ്ങനെ ഒരു സമയം വരും. ഇപ്പൊ ആ സമയം ഇങ്ങനെ വന്നപ്പോൾ ഒന്നുകൂടി ഈമാൻ കൂടി. ശരിയാണ്, അന്ന് നമ്മളോട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ശത്രുവിനെ അല്ലാഹു നശിപ്പിക്കും, നമുക്ക് ആ പകരങ്ങളൊക്കെ അല്ലാഹു തആല തരും. നോക്കി നിങ്ങൾ അല്ലാഹു തആല പറഞ്ഞത്, വനുരീദു അൻ നമുന്ന അലല്ലദീന സുളിഫു ഫിൽ അർള്, ഭൂമിയിൽ ദുർബലരായി കഴിഞ്ഞിരുന്ന, മർദ്ദിതരായി കഴിഞ്ഞൊരു വിഭാഗത്തിനെ പുരോഗതിപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നു, ഉയർത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അവരാരാക്കണം? വനജഅലഹും അഇമ്മ, അവരെ നേതാക്കളാക്കി മാറ്റണം. അവരെ ഓരോ സ്ഥാനം കൊടുത്തിട്ട് ഉത്തമ നേതാക്കളാക്കി മാറ്റണം. വനജഅലഹുമുൽ വാരിസീൻ, അവരെ മറ്റുള്ളവരുടെ പറമ്പും സ്വത്തും കോട്ടയും കൊട്ടാരവും ഒക്കെ അധികാരപ്പെടുത്തിയിട്ട് അനന്തരപ്പെടുത്തി ജീവിക്കുന്നവരാക്കി മാറ്റാൻ നമ്മളെ നിശ്ചയാണ്. എവിടെ പീഡനങ്ങൾ നടക്കുന്നുണ്ടോ നിങ്ങൾ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവിടൊക്കെ വിശുദ്ധ ഇസ്ലാമിന് ഇസ്സത്ത് വന്ന് നല്ലൊരു മേൽക്കോയ്മ വരും. ഈ ആഖിർ സമാനിൽ വരാനുള്ള ചിത്രങ്ങളിലേക്ക് അങ്ങനെയാ പോവുക.
ഇസ്ലാമിനെ അടിച്ചമർത്തുന്ന ഏതെല്ലാം നാടുകളുണ്ടോ, ഒരു കാരണമില്ലാതെ മുസ്ലിങ്ങൾ അടിച്ചമർത്തുന്ന അവിടേക്ക് ഇസ്ലാമിന് ഇജ്ജത്ത് വരും, മുസ്ലിങ്ങൾക്ക് സന്തോഷം വരും, ഉയർച്ചയും വരും. അത് അല്ലാഹു തആലയുടെ തീരുമാനമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണത്. അത് ചെറിയൊരു അവസ്ഥയല്ല. ബനൂ ഇസ്രായേൽക്കാർക്ക് അല്ലാഹു തആല ഉന്നതമായ സ്ഥാനം കൊടുത്തു. എന്നിട്ട് ആ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും അല്ലാഹു തആല കൊടുത്തു. അവരുടെ ആ നിര്യാണത്തെ പറ്റി അല്ലാഹു പറയുന്നത് കണ്ടൊരു വാക്ക്, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ആ ചെങ്കടലിൽ ചത്തുപോയിട്ട്, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർളു, ആകാശവും ഭൂമിയും അവരെ മേൽ കരഞ്ഞിട്ടില്ല. എന്തേ ആകാശവും ഭൂമിയും കരഞ്ഞിട്ടില്ല എന്നൊരു വർത്തമാനം? ആകാശവും ഭൂമിയും അവരത്ര പരിഗണിച്ചിട്ടില്ല. പോയിക്കോട്ടെ അങ്ങോട്ട്. ആകാശവും ഭൂമിക്കും ഓല വേണ്ട, പിന്നെ ആർക്കാ വേണ്ടി പോലെ? ഭൂമിക്കും വേണ്ട, ആകാശത്തിനും വേണ്ട. കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥതാ അവരെ പറ്റൊരു വിലയില്ല, ഓരൊരു പരിഗണനയില്ല. ഭൂമിക്കും ആകാശത്തിനൊക്കെ ഒരു നാശം തന്നെയെന്നു, ഭാരം തന്നെയെന്നു, പോയി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർളു, ആകാശവും ഭൂമിയും അവരെ മേൽ കരഞ്ഞിട്ടില്ല. വമാ കാനൂ മുൻദരീൻ, ശിക്ഷ വരുന്ന സമയത്ത് അവര് താമസിക്കപ്പെടുന്ന, താമസം ചെയ്യപ്പെട്ടവരുമായില്ല. ആകാശവും ഭൂമിയും അങ്ങനെ കരയാറുണ്ടോ? കരയാറുണ്ട്. കരയുന്ന ആളുകളും ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഹദീസിൽ, മാമിൻ മുഅ്മിനിൻ, ഒരു മുഅ്മിനും ഇല്ലാ വലഹു ഫിസ്സമാഇ ബാബാനി, മേൽഭാഗത്ത് ഓരോ വിശ്വാസിക്കും അല്ലാഹു രണ്ട് ബാബുകൾ, രണ്ട് ഗേറ്റുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഒന്ന് യഖ്റുജു മിൻഹു റിസ്ഖുഹു, അവനവനുള്ള റിസ്ഖ് അല്ലാഹു പുറപ്പെടുവിക്കുന്ന ഒരു ബാബുണ്ട്. മറ്റൊന്ന് യദ്ഖുലു മിൻഹു അമലുഹു, അമൽ മേലോട്ട് കയറിപ്പോകുന്ന ഒരു കവാടമുണ്ട്. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫഖദാഹു, ഈ മുഅ്മിനെ രണ്ട് ബാബിലുള്ള മലക്കുകളും ഏൽപ്പിച്ചവരും കവാടങ്ങളും ഈ വിശ്വാസിയെ ഇല്ലാതെയാക്കുന്നു. ആ വിശ്വാസിയുടെ നഷ്ടത്തിൽ വബകയ അലൈഹി, രണ്ട് കവാടവും കരയുകയാണ്. ആകാശത്തിന്റെ രണ്ട് ബാബുകളും കരയുകയാണ്. മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ മുസല്ല കരയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ അവൻ ഇബാദത്തിന് വേണ്ടി വന്നിരുന്ന എല്ലാ സ്ഥലങ്ങളും കരയും, ഉപയോഗിച്ചിരുന്നത് കരയും. അവൻ ആകാശത്തിൽ നിന്ന് അമല് കയറിപ്പോകുന്ന സ്ഥലവും കരയും. അതുകൊണ്ടാണ് മദീനത്തെ പള്ളിയിൽ ആദ്യം ഈ 3 പടിയുള്ള മിമ്പർ ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി നിന്ന് ഖുതുബ ഓതിയിരുന്ന ഒരു മരത്തടി ഉണ്ടായിരുന്നു, ഈത്തപ്പന തടി, ഒരു മരത്തടി. അതിലേക്ക് ചാരി നിന്നിട്ടാ തങ്ങള് ഖുതുബ ഓതിയിരുന്നതും ആളുകൾക്ക് ഉപദേശം നൽകിയിരുന്നൊക്കെ. ഈ 3 പടിയും ഒരു മുസ്തറാഹുള്ള പുതിയ മിമ്പർ കൊണ്ടുവന്ന് വെച്ചപ്പോ ആ പഴയതെടുത്തിട്ട് ഇങ്ങനെ അപ്പുറത്തുള്ള ചെരുവിലേക്ക് നീക്കിയപ്പോ സ്വഹാബത്ത് പറഞ്ഞു, അത് ചെരുവിൽ നിന്ന് കരയുന്നതിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. എങ്ങനെ കരയുന്നതെന്ന് അറിയോ? ഹന്നത്ത് ഹനീന സ്വബിഗി, കുട്ടി തേങ്ങിക്കരയും പോലെ. നമ്മളെ പുറയിലെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ഇങ്ങനെ കരഞ്ഞ് തേങ്ങൂലേ, അതുപോലെ തേങ്ങിക്കരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് പോയി ഇങ്ങനെ തലോടി ആശ്വസിപ്പിച്ചു. അതിന് സത്യത്തിൽ ഉണങ്ങിയതാണ്. സാധാരണ ഒരു മരം ഉണങ്ങിയാൽ അതിന് തസ്ബീഹ് കഴിഞ്ഞു എന്നാ പറയുന്നത്. പക്ഷെ ഇതിന്റെ തസ്ബീഹ് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഷറഫാക്കപ്പെട്ട ഈ മരത്തടിയോട് ചാരി നിന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ പറഞ്ഞു, ബക്കത്ത് അലാ മാ കാനത് തസ്മഉ മിനൽ ദിക്ർ, നേരത്തെ കുറെ ദിക്ർ കേട്ടിരുന്നല്ലോ, ഇപ്പൊ അത് നഷ്ടപ്പെട്ടപ്പോ അതിന്റെ ഖേദത്തിൽ കരയാണ്. കുറെ ദിക്റും കുറെ ഖുർആനോത്തൊക്കെ അത് ചാരി നിന്നിട്ടല്ലേ നമ്മൾ നിർവഹിച്ചിരുന്നത്, വന്ന ആയത്ത് ഓതി തന്നതും വിശദീകരിച്ചതൊക്കെ, ഉപദേശങ്ങൾ നൽകിയതൊക്കെ. ഇപ്പൊ പിന്നെ അങ്ങോട്ട് മാറ്റുന്നപ്പോ അതിന് ആ ഒരു അവസ്ഥ കിട്ടുന്നില്ലല്ലോ, അപ്പൊ അത് കരയാണ്. അങ്ങനെ ഒരു കരയും. മുഅ്മിനീങ്ങളായ ആൾക്കാർ മരിച്ചു വീഴുമ്പോ ആകാശവും ഭൂമിയും മറ്റൊക്കെ കരയും. കാരണം ആ ആകാശഭൂമികൾക്കൊക്കെ ഈ മുഅ്മിനായ മനുഷ്യന്റെ അമലിൽ വലിയ ടച്ചുണ്ട്. ആ ടച്ച് ചെറുതെയൊന്നുമല്ല. അല്ലാഹു തആല പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് പടക്കാൻ സൃഷ്ടിച്ച സമയത്ത് തന്നെ ഭൂമി അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ, എന്നിൽ നിന്നാണോ നീ ഇനിയൊരു വിഭാഗത്തെ സൃഷ്ടിക്കുന്നത്? അതെ, നിന്നിൽ നിന്നാണ്. നിന്നിൽ നിന്നൊരു വിഭാഗത്തെ സൃഷ്ടിച്ച് ഭൂമിയിൽ അവരെ ഖലീഫയാക്കാം. ആ കൂട്ടത്തിൽ എന്നെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരുണ്ട്. അനുസരിക്കുന്നവരെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും, അനുസരിക്കാത്തവരെ നരകത്തിൽ കൊണ്ടുപോകും. അപ്പൊ ഭൂമി പിന്നെയും ചോദിച്ചു, പടച്ചോനെ, എന്നിൽ നിന്ന് നരകത്തിലേക്ക് ഒരു ടീമിനെ വീണ്ടും നീ സൃഷ്ടിക്കാണോ? അതേന്ന് പറഞ്ഞപ്പോ ഫബക്കത്തിൽ അർളു,
അന്ന് ഭൂമി കരഞ്ഞു. ആ കരഞ്ഞതിന്റെ തൽഫലമായിട്ടാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജലാശയങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതെന്ന് തഫ്സീറിൽ പറയുന്നു. ഭൂമിയിൽ ഇത്രയും ഭാഗം എങ്ങനെ ജലാശയങ്ങൾ ഉണ്ടായത്? അന്ന് ഭൂമി കരഞ്ഞൊരു കരച്ചിലാണ്. ഫംഫജറത് മിൻഹൽ ഉയൂൻ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ വിവിധ നദികൾ പൊട്ടിപ്പുറപ്പെടുന്ന പല ഭാഗങ്ങളിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടത് ഭൂമിയുടെ കരച്ചില. എന്നിൽ നിന്ന് നീ സ്വീകരിച്ച മണ്ണുകൊണ്ട്, ഉൽപ്പന്നങ്ങളെ കൊണ്ട്, ഉൽപാദനങ്ങളെ കൊണ്ട് നരകത്തിലേക്കൊരു വിങ്ങനെ നീ സൃഷ്ടിക്ക. അത് ആലോചിക്കാൻ പറ്റുന്നില്ല റബ്ബേ. അതിലുള്ള കരച്ചിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ ആദ്യമായി ഹാബീലിൽ നിന്ന് രക്തത്തുള്ളി വീഴ്ത്തിയപ്പോ ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലാണ്, പരിശുദ്ധമായ മത്താഫിലാണ്. അന്ന് ആദം നബി അലൈഹി സ്വലാം ഒരു കാറ്റിങ്ങനെ അടിച്ചപ്പോ ആദം നബി ഇങ്ങനെ വാസനിച്ചിട്ട് പറഞ്ഞു, ഈ കാറ്റിന് ചോരന്റെ മണാണല്ലോ, ഈ കാറ്റിന് ചോരന്റെ മണാണല്ലോ. പിന്നെ ആദം നബി അലൈഹി സ്വലാം പൊടിപടലങ്ങൾ നോക്കിയപ്പോ പൊടിപടലങ്ങളൊക്കെ ചുവന്നു മാറിയിട്ടുണ്ട്. അപ്പൊ മഹാൻ പറഞ്ഞു, എങ്കിൽ മനുഷ്യകുലത്തിൽ നിന്ന് ആദ്യത്തെ രക്തത്തിന്റെ തുള്ളി ഇന്ന് ഭൂമിയിൽ ഉറ്റിട്ടുണ്ട്. അത് ഭൂമി അറിയിച്ചതാണ്. ആകാശം മൊത്തവും ഭൂമി മൊത്തവും ഒരു ചെഞ്ചായമണിഞ്ഞ സമയമുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട സമയം, കർബലയിൽ കൊല്ലപ്പെട്ട സമയം. അന്ന് പലതിന്റെയും കളറ് ചുവപ്പായിരുന്നു എന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ നൽകിയ നിർദ്ദേശത്തിലും അങ്ങനെ ഉണ്ട്. ഒരു കുപ്പി മണ്ണെടുത്തിട്ട് ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഉമ്മു സലമ, ഈ കുപ്പിയിലെ ഈ മണ്ണ് ചോരന്റെ കളറാകുന്ന ഒരു ദിവസം എന്റെ മോൻ കൊല്ലപ്പെട്ടിരിക്കും. എന്റെ മോൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്, ഷഹീദായിരിക്കും. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായ അന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ജീവിതത്തിലുണ്ട്. മഹദി പറയാണ്, ഞാൻ ആ കുപ്പിയിലേക്ക് നോക്കുമ്പോൾ കുപ്പിയിൽ ഞാൻ കാണുന്നത് ചോര നിറമുള്ള മണ്ണാണ് ഞാൻ കാണുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന സമയത്ത് ആ മണ്ണിന്റെ കളർ അങ്ങനെയല്ല. അതെന്തിനാണ് അങ്ങനെ ചോര അണിഞ്ഞത്? അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ചോര അണിഞ്ഞിട്ടുണ്ട്. മഹാന്മാര് പറഞ്ഞത് കാണാം, മുത്തിർനാഥമൻ യൗമ ഖത്ൽ ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട അന്ന് ചോരമയ, രക്തത്തിന്റെ മയ വർഷിച്ചിട്ടുണ്ട്. രക്തമയ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ഹദീസിൽ പറഞ്ഞ അടയാളാണ്. മത്സ്യമയ, രക്തമയ, കല്ലുമയൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് ഹദീസിൽ പറഞ്ഞതാണ്. പക്ഷെ അത് അന്ന് വർഷിച്ചിട്ടുണ്ട്. മുത്തിർന ദമ യൗമി ഖദ്ദമൻ യൗമ ഖത്ൽ ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട സമയത്ത്, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കൊല്ലപ്പെട്ട സമയത്ത് ഇഹ്മറ ലഹു ആഫാഖുസ് സമാ, ആകാശത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചെഞ്ചായമണിഞ്ഞത് അർബഅത അശ്ഹുരിൻ, 4 മാസം. 4 മാസം ആകാശത്തിന്റെ വിവിധ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചുവപ്പാണ്. കാരണം അവരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്നു ഭൂമിയും ആകാശവും. സഹിക്കാൻ പറ്റാത്ത രൂപത്തിൽ അവർ വേർപിരിഞ്ഞപ്പോ ഹുസൈൻ റളിയല്ലാഹുവിന്റെ തലയൊക്കെ വെട്ടിമാറ്റിയിട്ട് യസീദിന്റെ പട്ടാളം ചെയ്യുന്ന ഈ ക്രൂരതകളിൽ മനസ്സ് മാത്രമല്ല പ്രതിഷേധിക്കുന്നത്, ആകാശവും ഭൂമിയും പ്രതിഷേധിക്കുന്നുണ്ട്. അവർക്ക് ആ സങ്കടപ്പാടുകളുണ്ട്. അതുകൊണ്ടാണ് ആ രൂപത്തിലേക്ക്, അവസ്ഥയിലേക്ക് മാറിയത്. മുഅ്മിനായ മനുഷ്യൻ പിരിയുന്ന സമയത്ത് ആകാശവും ഭൂമിയും ഒക്കെ അറിയും. അവരൊക്കെ അതിൽ സങ്കടപ്പെടും. വമാബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു. ഉലമാഇന്റെ വിടവാങ്ങല് ഭൂമി കരയുമെന്ന് ഹദീസിൽ കാണാം. ഉലമാ പിരിയുന്ന സമയത്ത്, വേർപിരിയുന്ന സമയത്ത് ആകാശവും ഭൂമിയും കരയും. കാരണം ഭൂമിയിൽ ഒരുപാട് നന്മകൾക്ക് വിത്തുപാകിയ ഒരു സമൂഹമാണ് ഉലമാ. ആ ഉലമാഇന്റെ മൗത്തിന് വേണ്ടി ആകാശവും ഭൂമിയും ഇന്നസ്സമാഅ വൽ അർള തബ്കിയാനി ലിമൗത്തിൽ ഉലമാ, ഉലമാഇന്റെ മരണത്തിന് വേണ്ടി ആകാശവും ഭൂമിയും കരയും. ഇബാദത്തെടുക്കുന്ന ആബിദായ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യയായ മതി, ആകാശവും ഭൂമിയും കരയും. കാരണം ആകാശത്തിനും ഭൂമിയിലും ഏറ്റവും നല്ല സന്തോഷങ്ങൾ, പ്രതീക്ഷകളുള്ളവര് മുഅ്മിനീങ്ങളുടെ ജീവിതം കൊണ്ടാണ്. അവര് വേർപിരിയുന്നത് ആകാശത്തിനും ഭൂമിക്കും സഹിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വഫാത്തായ അന്ന് എല്ലാവരും കേട്ടല്ലോ, ദഹബൽ ഫഖീഹു ഫലാ ഫിഖ്ഹ ലക്കും, ദഹബൽ ഫഖീഹു ഫലാ ഫിഖ്ഹ ലക്കും. ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാണ്, 4-5 വരികൾ. ഫഖീഹ് പോയി, ഫിഖ്ഹ് അറിയുന്ന ആള് പോയി, നിങ്ങൾക്ക് ഫിഖ്ഹ് ഇല്ല എന്നും പാടി നടക്കുന്ന ഒരു പാട്ട്. പാടുന്നവരെ കാണുന്നില്ല, പാട്ട് എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പൊ ചില ഉലമാക്കൾ പറഞ്ഞു, ജിന്നുകളിൽപ്പെട്ട ആൾക്കാരാണ്.
ജിന്നുകളിൽപ്പെട്ടവരും ഉണ്ട് അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യന്മാരായിട്ട്. എന്താണ് അവരെ ഇൽമ്? അവരാ ഇൽമക്കൊണ്ട് പോയാൽ ആ ഇൽമക്കാണ്ട് പോകുന്ന ദിവസം സഹിക്കാൻ കഴിയോ സഹോദരങ്ങളെ? ആളുകൾക്ക് സഹിക്കാൻ കഴിയോ? ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയോ? നാടുകൾക്ക് സഹിക്കാൻ കഴിയോ? കാരണം അവര് ഈ ഭൂമിന്റെ യശസ് ഉയർത്തിയ വലിയ വലിയ മഹാന്മാരാണ്. തർക്കമില്ലാത്ത രൂപത്തിൽ എല്ലാ ജനങ്ങളും അംഗീകരിച്ചൊരു ഇമാമാണ് ഇമാമുൽ അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു. അയിമ്മത്തുൽ അർബഅ മൊത്തം അങ്ങനെ നാനാജാതി വിഭാഗം ആളുകൾക്കും അവരോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം അവരെ സമീപനം, അവരെ സ്നേഹം, അവരെ സമ്പർക്കം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതെല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചു. അത്ര വലിയ ഔലിയാക്കളല്ലേ അവര്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് എന്തൊരു ആദരവായിരുന്നു. അന്നത്തെ കാലത്തെ മജൂസികൾക്ക് വരെ വല്ലാത്ത ബഹുമാനായിരുന്നു. എന്താ കാരണം? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെറുതൊന്നുമല്ല. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇൽമിങ്ങനെ പറഞ്ഞു കൊടുക്കാന്നുള്ളത് മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. അതൊരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ പരിഗണിക്കാവുന്ന എല്ലാവർക്കും അത് എത്തിയിട്ടുണ്ട്. അതല്ലേ കാര്യം? ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ മാത്രമല്ല. എന്താ ബഹുമാനപ്പെട്ട ഖ്വാജാ തങ്ങളോട് എല്ലാ വിഭാഗം ആളുകൾക്കും ഇത്ര ഇഷ്ടമുണ്ടാകാൻ കാരണം? ബഹുമാനപ്പെട്ട ഖ്വാജാ തങ്ങള് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് എല്ലാവരെയും സൽക്കരിച്ചിരുന്ന, സ്വീകരിച്ചിരുന്ന ആ ഒരു മെന്റാലിറ്റിയിലാണ് ജീവിച്ചിരുന്നത്. മനുഷ്യൻ എന്ന അർത്ഥത്തിൽ എല്ലാവരും ഭക്ഷണം എല്ലാവർക്കും വേണ്ടേ, എല്ലാവരും കഴിച്ചോട്ടെ. ഇന്നും അതല്ല അവിടെ ആ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത്. എന്നാ അവിടെ പോയിട്ട് നിങ്ങൾ മുസ്ലിമാ എന്നാ ഭക്ഷണം അല്ലേ, എന്നല്ല, അങ്ങനെയല്ലല്ലോ. നിങ്ങൾ കഴിച്ചില്ലേ ഭക്ഷണം? എത്ര ആളുകൾ അതിന് ക്യൂ നിൽക്കുന്നത്? 2 ഭക്ഷണമല്ലേ, 2 നേരത്തെ ഭക്ഷണമല്ലേ ഉണ്ട്. എത്ര ആളുകളാ ക്യൂ നിൽക്കുന്നത്? ക്യൂ നിൽക്കുന്നവർക്കൊക്കെ മുസ്ലിമിന്റെ കാർഡ് ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഖ്വാജാ തങ്ങൾ അത് തൃപ്തിപ്പെടൂല. പിന്നെ ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ നൽകുന്ന ഒരു പരിഗണന, എല്ലാ മനുഷ്യന്മാർക്കും ഭക്ഷണം വേണ്ടേ? അപ്പൊ അവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അവരുടെ സ്നേഹം, അവരുടെ സമീപനം അവർ പിരിയരുത് എന്നല്ലേ ലോകം ആഗ്രഹിക്കുക. അപ്പൊ അത് സഹിക്കാൻ കഴിയൂല. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയും പരിസരങ്ങളും ഭൂമിയും ഒക്കെ ഏറ്റവും സന്തോഷത്തോടെ നിന്ന ദിവസമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് വന്ന ദിവസം. തങ്ങൾ വന്ന ദിവസം അല്ലാഹു കുല്ലു ഷൈ എല്ലാം പ്രകാശിച്ചു, പ്രോജ്വലിച്ചു. മദീന മാത്രമല്ല പരിസരവും ഒക്കെ. ഫലമ്മാ കാനൽ യൗമുൽ ലദീ ഖുബിള ഫീഹി, തങ്ങൾ വഫാത്തായ ദിവസം അദ്ലമ കുല്ലു ഷൈ, എല്ലാം ഇരുട്ടിലായി. ഞങ്ങൾ തങ്ങളെ മറവ് ചെയ്യുന്നു, ഞങ്ങളെ കയ്യിൽ നിന്ന് മണ്ണിങ്ങനെ കൊടയുന്നു, പക്ഷേ ഞങ്ങളെ മനസ്സതിന് സമ്മതിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ആകാശത്തിന്റെയും ഭൂമിയുടെ ഒക്കെ കരച്ചിലെങ്ങനെ ഉണ്ടാകുമോ? ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, എന്താ ഉണ്ടായിക്കൂടാന്ന്? ആകാശത്തിന് തസ്ബീഹ് ഉണ്ട് എന്നുള്ള പറയുന്നുണ്ട് അല്ലെ, ഖുർആനിൽ പറയുന്നുണ്ട്. ഭൂമിക്ക് തസ്ബീഹ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മരങ്ങൾക്ക് തസ്ബീഹ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്നു, സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. വിവിധ സൂറത്തുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. എങ്കിൽ ഫകദാലിക തബ്കി, ആകാശവും കരയും, ഭൂമിയും കരയും, അതിലെ സർവചരാചരങ്ങളും കരയും മുഅ്മിനായ മനുഷ്യന് വേണ്ടി. ഇവരെ പരിഗണിക്കാൻ പറ്റാത്ത ആൾക്കാരായതുകൊണ്ട് ഫിർഔനെയും കൂട്ടരെയും ലക്ഷക്കണക്കിന് ആൾക്കാരെ മുക്കിക്കൊന്നപ്പോ ആകാശം അവരെ മേല് വിലപിച്ചില്ല, ഭൂമിയും അവരെ മേല് സങ്കടപ്പെട്ടില്ല, കരഞ്ഞില്ല. ഒരു ചെറിയ താമസം പോലും, ആ ശിക്ഷയിലൊരു ഇളവ് പോലും അവർക്ക് നൽകപ്പെട്ടില്ല. ശിക്ഷ അങ്ങോട്ട് വന്നപ്പോഴേക്ക് പിടിച്ച് ശരിക്കങ്ങോട്ട് കുലുക്കിയിട്ട് പിന്നെ ഒരുപാട് ശരീരങ്ങളായി, ശവശരീരങ്ങളായി മാറി. കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, മലക്കുകൾ കരയുന്ന ഒരു സമയം ഉണ്ട്. അതെപ്പോഴാന്നറിയോ? ഇന്നൽ മലായികത യബ്കൂന ഇദാ ഖറജ ശഹ്റു റമളാൻ, മാസം അങ്ങോട്ട് പുറപ്പെടുന്ന സമയത്ത് മലക്കുകൾക്കുണ്ട് വല്ലാത്തൊരു കരച്ചിൽ. അവസാനത്തെ വെള്ളിയാഴ്ച സലാം പറയുമ്പോ മുഅ്മിനായ മനുഷ്യന്റെ കണ്ടമിടറുന്ന, ഖൽബ് മുഴുവനും പൊട്ടിക്കീറുന്ന, കണ്ണ് സജലമാകുന്ന ഒരു സമയമാണത്. സഹിക്കാൻ പറ്റാത്തൊരു നേരം. വിശുദ്ധ റമളാനിനോടുള്ള വിദാഅ് നിങ്ങൾ നോക്ക്. മക്കത്തുൽ മുക്കറമയിൽ കഅബയെ നോക്കിയിട്ടൊരു സലാം പറഞ്ഞ അവസാനത്തെ നോട്ടം നോക്കി തിരിച്ചു പോരുമ്പോ ഈമാനുള്ള മനുഷ്യന്റെ മനസ്സ് വല്ലാതെ വേദനിക്കും.
വിദാഇന്റെ തവാഫ് കഴിഞ്ഞു പോരുമ്പോ ആ മനസ്സ് വല്ലാതെ വേദനിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോകുമ്പോ അവസാനമായി കഅബയോട് പറഞ്ഞു, ജീവിക്കാൻ ഏറ്റവും സന്തോഷമുള്ള സ്ഥലം, ഇപ്പരിസരത്തുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ശല്യം ചെയ്യൂലായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകൂലായിരുന്നു. ലൗലാ ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഓ വിശുദ്ധമായ കഅബ, വിശുദ്ധമായ മക്ക, നിന്നിൽ നിന്ന് എന്നെ പുറപ്പെടുവിക്കൂലായിരുന്നെങ്കിൽ ഞാൻ പുറപ്പെടൂലായിരുന്നു, ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇത്ര സന്തോഷമുള്ള സ്ഥലം വേറല്ല. പക്ഷെ നിൽക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പോകാൻ നിർദ്ദേശം കിട്ടി പോകാണ്. അവസാനത്തെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു തവാഫൊക്കെ കഴിഞ്ഞിട്ട് കഅബ ഇങ്ങനെ നോക്കിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ മൗനമായി നിന്നു. സഹിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ ഈമാനുള്ളവർക്ക്? വിദാഇന്റെ തവാഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഭവമാണ്. മനസ്സുകൊണ്ടൊരു നിലക്കും ചിന്തിക്കാൻ കഴിയില്ല. എവിടുന്നാ നമ്മൾ ഇത്രയും ദിവസം നിന്നിട്ട് എവിടുന്നാ നമ്മൾ പോരുന്നത്? ഇത്ര ദുആഇന് ഇജാബത്തുള്ളൊരു സ്ഥലം ലോകത്തെവിടെ? മത്താഫിന്റെയും പരിസരങ്ങളിലും ദുആഇന് ഉത്തരം കിട്ടുന്ന 15 സ്ഥലങ്ങളുണ്ടെന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞത് കാണാം. അവിടെ തന്നെ പരിസരങ്ങളിൽ, പുറത്തേക്ക് പോയാൽ പിന്നെയുണ്ട്. മത്താഫിന്റെ പരിസരങ്ങളിൽ തന്നെ ദുആഇന് ഇജാബത്തുള്ള 15 സ്ഥലങ്ങളുണ്ട്. അവിടൊക്കെ മൂമിനായ മനുഷ്യൻ കുറെ ദിവസം ആണും പെണ്ണും നിന്ന് ദ്വാരന്ന് കണ്ണീരൊറ്റിച്ച് കൽബൊക്കെ ശരിക്ക് സാന്ദ്രമാക്കി ഭക്തിയാക്കി അവിടുന്ന് അങ്ങോട്ട് വിടവാങ്ങുമ്പോ ആ വേദന സഹിക്കാൻ കഴിയൂല. വിശുദ്ധ റമളാൻ അങ്ങ് വിടവാങ്ങുമ്പോ മലക്കുകൾ അങ്ങ് കരയും, വല്ലാത്ത കരച്ചിൽ. അവർ സന്തോഷിക്കുന്ന നേരമാണ്. ഇദാ ദഹബ അശ്ശിതാഉ റഹ്മത്തൽ ലിൽ മസാകീൻ, തണുപ്പ് കാലം മിസ്കീന്മാർക്ക്, സാധുക്കൾക്ക്, അവർക്ക് വേറൊന്നുമില്ലല്ലോ തണുപ്പ് കൊള്ളാൻ. തണുപ്പ് കാലം വരുമ്പോ കുറച്ചൊക്കെ ഇടങ്ങേലും ബുദ്ധിമുട്ടിലും കഴിയുന്ന ആളുകൾക്കൊരു സുഖാണല്ലോ. ആ തണുപ്പ് കാലം കൊണ്ട് വരുമ്പോ മലക്കുകൾക്കൊരു സന്തോഷാണ്. മുസ്കിന്മാരാണല്ലോ ഭൂമിയിൽ ഏറ്റവും നല്ലവർ. അവർക്ക് നല്ല സന്തോഷത്തിന്റെ ഒരു കാലാണല്ലോ അല്ലാഹു തആല തരുന്നത്. അത് മലക്കുകൾക്ക് സന്തോഷാണ്. മലക്കുകൾ കരയുന്നൊരു നേരമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിരിയുമ്പോ, റമളാൻ മാസം അങ്ങോട്ട് പുറപ്പെടുമ്പോ അവർക്ക് സഹിക്കാൻ കഴിയൂല. കാരണം ആ റമളാനെ നമ്മളെപ്പോലെ നമ്മളെക്കാൾ അധികം സന്തോഷത്തിൽ കാണുന്നവരാണ് മലക്കുകൾ. ശുദ്ധ റമളാൻ മാസം വന്നാൽ എന്തൊരു സന്തോഷാണ് അവർക്ക്. കാരണം നോമ്പ് നോറ്റ് നിസ്കരിക്കുന്ന ആളുകളുടെ ഒരു സഹവാസം എല്ലാ രാത്രിയിലും മലക്കുകൾ ഇറങ്ങുന്ന ഒരു സമയമാണല്ലോ റമളാൻ മാസം. ലൈലത്തുൽ ഖദറിന് പ്രത്യേകം മലക്കുകൾ, അതിന്റെ തലേന്ന് ഉറങ്ങൂല, പിറ്റേന്ന് ഉറങ്ങൂല, അന്ന് മാത്രം വരുന്ന സ്പെഷ്യൽ ആൾക്കാർ. അത് ഭൂമിയിൽ ആ ഒരൊറ്റ രാത്രി മാത്രമേ ഉള്ളൂ. അന്നേ അവർ വരുള്ളൂ, പിന്നെ രാത്രി അവർ വരൂല. ഇതൊക്കെ ഉള്ളൊരു മാസമല്ലേ റമളാൻ മാസം. അപ്പൊ ആ മാസം പുറപ്പെടുമ്പോ ആർക്കാ വേദന ഇല്ലാതിരിക്കുക? മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആകാശവും ഭൂമിയും അവന്റെ ഇബാദത്തുകൾ, അവന്റെ ദിക്റുകൾ, അതൊക്കെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സത്യത്തിൽ ഭൂമിന്റെ ഒരു നിലനിൽപ്പ് അങ്ങനെയാണ്, ഭൂമിന്റെ ഒരു സന്തോഷമാണ് അങ്ങനെ. അതുകൊണ്ട് ആ മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്നത്, പിരിയുന്നത് ഭൂമിക്ക് ആലോചിക്കാൻ കഴിയൂല. മുസല്ല കരയെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കരച്ചിലാണ്. കാരണം ആ മുസല്ലയിൽ തലേ ദിവസം വരെ നെറ്റിവെച്ച ആള് നെറ്റിവെച്ചിട്ട് 7 അവയവങ്ങൾ വെച്ച് സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് ചൊല്ലിയ മുഅ്മിന്റെ ദിക്റ് ഇന്ന് മുസല്ല കേൾക്കുന്നില്ല. ആ മുസല്ലക്ക് നഷ്ടമാണ്. തസ്ബീഹ് ചൊല്ലിയിരുന്ന മാല, ഓരോ ഹബ്ബത്തും ഓരോ മണിയും അത് വേദനിക്കുകയാണ്. ഇന്നലെ വരെ ഇത് പിടിച്ച് സ്വലാത്തില്ല, ദിക്റില്ല, ഉപ്പ മുഅ്മിൻ ഇന്ന് കാണാനില്ലല്ലോ. എവിടെ ദിക്റില്ല, ആളില്ലല്ലോ. വേദനിക്കുകയാണ്. പക്ഷെ അത് വേദനിക്കുന്നത് നല്ലവർക്ക് മാത്രമാണ്. ഈ ദുഷിച്ച ആളുകൾക്ക്, ഈ മുനാഫിക്കീങ്ങൾക്ക്, ഈ കാഫിര്യങ്ങൾക്ക് അവർക്ക് ആകാശം ഭൂമിയൊന്നും കരയൂല. അവരെ കരയാൻ വേണ്ടി കാത്തിരിക്കൂല. അതാണ് അല്ലാഹു തആല അവരെ പരിഗണിച്ചിട്ടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അവർക്കൊന്നൊരു വില ഇല്ല എന്നർത്ഥം. അള്ളാഹു പരിഗണിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർത്തി തെരുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം വൽ കിതാബിൽ മുബീൻ. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون
فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب أليم ربنا اكشف عنا العذاب إنا مؤمنون ذكرى وقد جاءهم رسول مبين ثم تولوا عنه وقالوا معلم مجنون إنا كاشف العذاب قليلا إنكم عائدون يوم نبطش البطشة الكبرى إنا منتقمون ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم أن أدوا إلي عباد الله إني لكم رسول أمين وأن لا تعلوا على الله إني آتيكم بسلطان مبين وإني عذت بربي وربكم أن ترجمون وإن لم تؤمنوا لي فاعتزلون فدعا ربه أن هؤلاء قوم مجرمون فأسر بعبادي إنكم متبعون واترك البحر رهوا إنهم جند مغرقون كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين